തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അതെ സർ, അവളെ എനിക്ക് നന്നായിട്ട് അറിയാം. ആരുടെ മുമ്പിലും തോക്കാൻ മനസ്സില്ലാത്ത, എന്തും ചെയ്യാൻ മടിക്കാത്ത വല്ലാത്തൊരു ക്യാരക്ടർ അവളുടേത്. ഗോപനോട് ഇന്നും പകയ അവൾക്ക്. അത് തീർക്കാൻ അവൾ എന്തും ചെയ്യും. അതിനൊരുങ്ങി തന്നെ ഇന്ദുമായുള്ള ഈ ചങ്ങാത്തം. എന്തായാലും താൻ ഇങ്ങനെ ഒരു സൂചന തന്നത് നന്നായി. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വേണി ചെയ്യേണ്ടത് ഇന്ദുവിന് ജോലി കിട്ടിയിരിക്കുന്ന കമ്പനി ഏതാണെന്നും അപർണയ്ക്ക് അവിടെയുള്ള കണക്ഷൻ എന്താണെന്നും ഒന്നറിയണം. അതെന്നെ അറിയിക്കുകയും വേണം. തീർച്ചയായും സർ. അവളുടെ മനസ്സിലൊരു ചതിയാണെങ്കിൽ ഇന്ദു അതിൽ പെടാതെ നമുക്ക് നോക്കാം. അവളായിട്ട് ആ കുടുംബം തകരരുത്, അതേ എനിക്കുള്ളൂ. അല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവില ഞാൻ. ഇനി ഇതും കൂടിയായാൽ. വിഷമിക്കാതെ, പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ല. അല്ല, ഞാനൊന്ന് പറയാൻ വിട്ടുപോയി. നമ്മുടെ അഡ്വക്കേറ്റിനെ ഞാൻ വിളിച്ചിരുന്നു. ജാമ്യത്തിന് വേണ്ടി അയാൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കീഴ്ക്കോടതിയും ജില്ലാ കോടതിയും തള്ളിയ കേസല്ലേ, കാര്യമായി തന്നെ ശ്രമിച്ചാലേ നടക്കൂ. അതിന് കുറച്ച് കാലതാമസം ഉണ്ടാവും. എങ്ങനെയെങ്കിലും അതൊന്ന് അനുവദിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അച്ഛന്റെ അവസ്ഥ ആലോചിക്കുമ്പോ വല്ലാത്ത വിഷമം. എന്തു ചെയ്യാന്? സത്യാവസ്ഥ അറിഞ്ഞ് നിയമവും വകുപ്പും നോക്കി നടത്തേണ്ട അധികാരികൾ തന്നെ അങ്ങനെ ആയിപ്പോയി. അതും പോരാതെ ശിക്ഷ അനുഭവിപ്പിച്ചേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടർ വേറെ. ജാമ്യം കിട്ടാതിരിക്കാൻ ആരുടെയൊക്കെയോ ഇൻഫ്ലുവൻസിൽ വല്ലാത്തൊരു പ്രഷറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും തോറ്റ് പിന്മാറാനൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ആ, പിന്നെ അപർണയുടെ കാര്യം, അതേക്കുറിച്ച് ഓർത്ത് താൻ ബോധർ ചെയ്യണ്ട. ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്താൽ മതി. പരിഹാരം ഞാൻ ഉണ്ടായിക്കൊള്ളാം. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നതായിരുന്നു എന്റെ വിഷമം. പറയാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉള്ളിൽ കടന്നു നേറുമ്പോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നെന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഇനി എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? അപർണ അനുഭവിച്ച ഓരോ വേദനയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ച ഒരുവളെപ്പറ്റി കഥകൾ പറഞ്ഞുണ്ടാക്കാൻ ആളുകൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. അവളുടെ മനസ്സ് കല്ലാണെന്നാ അവരുടെ വിചാരം. ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയതിപ്പോഴാ. ഒരർത്ഥത്തിൽ നമ്മൾ തുല്യ ദുഃഖിതരല്ലേ? അതുകൊണ്ടാവും നമ്മുടെ മനസ്സുകൾ ഇത്ര വേഗം അടുത്തത്. എല്ലാം ഈശ്വരനല്ലേ തീരുമാനിക്കുന്നത്. എപ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ലല്ലോ.
എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു വഴിത്തിരിവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈശ്വരൻ അയച്ചതുപോലെ എന്റെ മോൾക്കൊപ്പം വീട്ടിൽ വരുന്നു, പരിചയപ്പെടുന്നു, എന്നെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാക്കി മാറ്റുന്നു. ഒക്കെ ഓരോ നിയോഗങ്ങളാ ഇന്ദു. ഒരേ മനസ്സുള്ളവർ പെട്ടെന്ന് ഇണങ്ങും. അല്ല, കമ്പനിയുടെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം ഞാൻ അറിഞ്ഞു. അറിഞ്ഞോ? ഞാനങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എന്തുണ്ടെങ്കിലും അദ്ദേഹം എന്നോട് പറയും. അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം ഇന്ദു കണ്ടതല്ലേ? ഉം. ഇങ്ങനെ വീണ് കിട്ടുന്ന ചില ബന്ധങ്ങളാ പലപ്പോഴും എനിക്കൊരു ആശ്വാസം. അപർണ, എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തേ? പൈസയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? അതൊന്നുമല്ല. ആ പാർട്ടിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. ഇത്തരം കാര്യങ്ങളിലൊന്നും പങ്കെടുത്ത് ശീലമില്ല എനിക്ക്. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് ശീലിക്കുക. ദേ, 4 ആള് കൂടുന്നിടത്തൊക്കെ നല്ല തന്റെ അടുത്തോടെ നിൽക്കണം. ഇന്ദുവിന്റെ ഈ സൗന്ദര്യം എനിക്കുണ്ടായിരുന്നെങ്കിലേ ഞാൻ ആ പാർട്ടിയിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയേനെ. എന്നെ കൊണ്ട് വയ്യ. ജീവിതത്തിൽ പിന്നോട്ടല്ല, മുന്നോട്ടാ നടക്കേണ്ടത്. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. എനിക്ക് ഒന്നും പറയണ്ട, ഞാനും വരുന്നുണ്ടല്ലോ. എനിക്കൊപ്പം നിന്നാ മതി. അധികം ആളും പേരും ഒന്നും ഉണ്ടാവില്ല. സാറിന് വേണ്ടപ്പെട്ട വളരെ ചുരുക്കം ചില പേർ. പക്ഷേ അവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരിക്കേണ്ടവരാ. ഒരു ജോലി കിട്ടിയെന്ന് വെച്ച് ആയുഷ്കാലം അതും കൊണ്ടിരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇതിനേക്കാൾ നല്ലതൊന്ന് കിട്ടിയാൽ അങ്ങോട്ട് പോണം. പുതിയ പുതിയ പരിചയങ്ങളും ബന്ധങ്ങളുമാ അതിന് നമ്മളെ സഹായിക്കുന്നത്. അധികം ആലോചിച്ച് തല പുണ്ണാക്കണ്ട. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അമ്മുക്കുട്ടി, ചിറ്റ എന്താ എത്ര വൈകിയത്? ബസ് കിട്ടാൻ വൈകി മോളെ. അമ്മയപ്പ വന്നേള്ളൂ. ഇന്ന് ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ ചിറ്റേ. നമുക്ക് എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണ്ടേ മോളെ? അതിനുള്ളതാ. ഓ, ഇനിയിപ്പോ അതിനുവേണ്ടി ആരും കഷ്ടപ്പെടണമെന്നില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതെന്താ ഇപ്പൊ അങ്ങനെ? ഞാൻ അങ്ങ് കഷ്ടപ്പെട്ടു പോവുകയാണെന്ന് പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. പരാതിയും പരിഭവവും ഒന്നും കേട്ടിട്ടല്ല. ഞങ്ങൾക്കും ഉണ്ടല്ലോ അന്തസ്സും അഭിമാനവും ഒക്കെ. ഔദാര്യം പറ്റി ജീവിച്ചു മതിയായി. അതുകൊണ്ടാ. ഞാൻ ആർക്കും ഒരു ഔദാര്യം ചെയ്യുന്നില്ല. ചെയ്യേണ്ടത് കടമയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതിനിയും ചെയ്യും. അതിനി വേണ്ടെന്നാ പറഞ്ഞ്. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. എന്തിനാ വെറുതെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാനോ? ഓ, ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയോ? ആ, അതൊക്കെ ആർക്കായാലും തോന്നും. ഗതികേട് കൊണ്ട് കുറച്ചൊക്കെ സഹിച്ചെന്ന് കരുതി എപ്പോഴും അതിന് പറ്റിയെന്ന് വരില്ല. എന്തൊക്കെ എന്തു നീ പറയുന്നത്? ഇതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കൂടുതലൊന്നും ഉണ്ടാവാതിരിക്കാനാ. ഇനി ആരുടെ സഹായം വേണ്ടെന്ന് തോന്നി. ഈ കുടുംബം പുലർത്താനേ ഇനി ഞാൻ വിചാരിച്ചാ നടക്കും. അപ്പൊ അതാണ് കാര്യം. കൊള്ളാം. അങ്ങനെ ഒരു ആത്മവിശ്വാസം നല്ലതാ. അത് ഞാൻ തെളിയിച്ചു തരാം. എന്താ പോരെ? വോ ഇങ്ങോട്ട്. ഇനി ഇതുപോലിങ്ങനെ ഓരോ സാധനങ്ങൾ കെട്ടിപ്പറക്കി കൊണ്ടുവരണ്ട. ഇതിൽ കൂടുതൽ സാധനങ്ങളെ എന്റെ ചേച്ചി ഇന്നിവിടെ വാങ്ങിയിട്ടുണ്ട്. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ.
പോയാലോ മോളെ? ഇതേ ശ്യാമ, ശ്യാംലാൽ. ഹലോ. എത്ര നാളായി തുടങ്ങിയിട്ട് ഈ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് ബിസിനസ്? ആ ഒന്ന് മൊഴിയണം മാഡം. ഈ കയറ്റുമതി ഇറക്കുമതി കച്ചവടം തുടങ്ങിയിട്ട് നാളെ എത്രയായിന്ന്? സർ പ്ലീസ്. മെയ് അനങ്ങാതെ കൈ കുറെ കാശ് കിട്ടുമെങ്കിൽ നീയൊക്കെ എന്ത് തെമ്മാടിത്തരം കാണിക്കുമല്ലേ? ഞാനൊരു തെമ്മാടിത്തരവും കാണിച്ചിട്ടില്ല സർ. ഇവള് പറയുന്ന പോലെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെന്താണാവോ അവിടെ ഉണ്ടായത്? ഒന്ന് പറഞ്ഞേ. കമ്പനിയുടെ ആസ് യൂഷ്വൽ ഒരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ. ജെൻസ് കുറച്ച് മദ്യപിച്ചിരുന്നു. ഒരു ഫംഗ്ഷന്റേതായ ഫോർമാലിറ്റീസ് വെച്ച് ഇവളോട് ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കുന്നോ എന്ന് ചോദിച്ചു. ദാറ്റ്സ് ഓൾ. അല്ലാതെ. അയ്യോ, എന്നാ പിന്നെ സോറി മാഡം, ഞാൻ അറിഞ്ഞില്ല. ഇത്ര ജെന്റിലാണ് അവിടുത്തെ ഇടപാടുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് വേണം മാഡം? പറഞ്ഞാ മതി. ഇന്ദു, എന്താ സർ, എന്താ ഉണ്ടായത്? ഏയ്, പേടിക്കാനൊന്നുമില്ല. തക്ക സമയത്ത് അവിടെ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ബിസിനസിന് ബലിയാടായനെ. എന്തായാലും എത്ര വലിയ തമ്പുരാക്കന്മാരായാലും കൊടുക്കും ഞാൻ എല്ലാത്തിനെയും. കരയണ്ട, ഒന്നും പറ്റില്ലല്ലോ. അതോർത്ത് സമാധാനിക്ക്. സർ, ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കട്ടെ? വിവരം അറിയിച്ചത് കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാ. താങ്ക് യു സർ. വാ ഇന്ദു. നമ്മുടെ ഈ അപർണ മേഡത്തിന് വേണ്ടി ഒരു ഫയലൊന്ന് ഓപ്പൺ ചെയ്യണം. നല്ല കട്ടിയുള്ള ഫയൽ. എന്താ ഇന്ദു, ഇനിയും തീർന്നില്ല നിന്റെ സങ്കടം? ഗോപേട്ടനിതറിയുമ്പോ എനിക്കറിയില്ല. വിഷമിക്കണ്ട, കാര്യം പറഞ്ഞ ഗോപന് മനസ്സിലാവും. എല്ലാം എന്റെ തെറ്റാ. എല്ലാവരും ധിക്കരിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷ. അതിനിപ്പോ എന്താ ഉണ്ടായേ? വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. നീ വാ. അമ്മ. എന്താ പറ്റിയവൾക്ക്? അത് എന്തിനാ അവള് കരയുന്നത്? എന്താ ഉണ്ടായത്? ഗോപ, അവൾക്കിന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താ വേണി? അവളിന്ന്
ഒരു ട്രാപ്പിൽ പെട്ടുപോയി. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം അവളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ പറയാതിരിക്കാനും വയ്യ. സ്വയം ഒന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഇതുവരെ അവൾ ശ്രമിച്ചിരുന്നില്ല. വെറുതെ മനസ്സിൽ കൊണ്ടു നടന്ന ഓരോ വാശിയുടെ പേരിൽ കാണിച്ച തന്നിഷ്ടം അതാ കാര്യങ്ങളെ ഇതുവരെ എത്തിച്ചത്. ഇന്ന് അവൾക്കെല്ലാം മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി. അതിന്റെ ഒരു തിരിച്ചറിവ് അവൾക്കുണ്ടായാ മതി. ഗോപനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള സങ്കടത്തിൽ അവളിപ്പോ. ഗോപൻ ചെന്നൊരു വാക്ക് മിണ്ടിയാൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഏർപ്പാടാക്കിയില്ലായിരുന്നെങ്കിൽ കിടന്നേനെ നീ അതിനകത്ത്. അറിഞ്ഞപ്പോ ആലോചിച്ചതാ 2 ദിവസമെങ്കിലും നീ അഴിയണ്ണി കിടന്ന് അനുഭവിക്കട്ടെന്ന്. പക്ഷെ മനസ്സ് വന്നില്ല. എത്ര തന്നിഷ്ടം പോലെ നടക്കുന്നവളായാലും സ്വന്തം മോളായി പോയില്ലേ. ആരെങ്കിലും ചോദിച്ചാൽ തലകുനിക്കാതെ പറയാൻ ഒരു മറുപടി വേണ്ടേ? പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, അവനോടുള്ള വാശിയും വൈരാഗ്യവും ഉപേക്ഷിക്കാൻ, അതിനുവേണ്ടി ചെയ്തു കൂട്ടുന്നതെല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ. പറയുന്നത് സ്വന്തം തന്തയാണെന്ന് പോലും നീ കരുതിയില്ല. അത്ര അഹങ്കാരമായിരുന്നില്ലേ നിനക്ക്? എല്ലാം ധിക്കരിച്ച് പക തീർക്കാൻ പുറപ്പെട്ടതാ. എന്നിട്ട് എന്തായി? തല ഉയർത്തി നടക്കാൻ പറ്റുമോ നിനക്ക്? നീ ഒരു പെണ്ണല്ലേടി. മറ്റൊരുത്തിയുടെ ജീവിതം കുരുതി കൊടുത്തിട്ട് വേണോ നിനക്ക് ജയിക്കാൻ? ഒരു കുടുംബം തകർത്തിട്ട് വേണോ നിനക്കൊക്കെ? മേലിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാൽ ഓർത്തോ, ജനിപ്പിച്ചതിന്റെ അവകാശം വെച്ച് തന്നെ പറയുക. നിന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല.